ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ കുറേ ആലോചിച്ചു ഇതിനെക്കുറിച്ചിട്ട് ചെയ്യണോ എന്നുള്ളത്. പിന്നെ തോന്നി ഈ വണ്ടിയെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല, കാരണം ഇതൊരു പുതിയ അപ്ഡേറ്റഡ് വേർഷൻ ആണല്ലോ. ഹീറോ വിഡ, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനി, അത് നമുക്കെല്ലാവർക്കും വിശ്വാസമുള്ളൊരു കമ്പനി ഒരു ഇലക്ട്രിക് വണ്ടി പുറത്തിറക്കുന്ന സമയത്ത് എല്ലാവർക്കും വിശ്വാസം കൂടുക ചെയ്യുള്ളൂ അല്ലേ ആ വണ്ടിയെ കുറിച്ചിട്ട്. എന്നാൽ ഈ വണ്ടി ഇറങ്ങിയിട്ട് നമ്മളെല്ലാവരും വിചാരിച്ചത് നല്ലൊരു വണ്ടിയായിട്ട് മാറുമെന്നായിരുന്നു. പക്ഷേ നമ്മുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് 2024 ജനുവരി 24 രാത്രി നമ്മുടെ സജീവേട്ടനും ഭാര്യയും ഇലക്ട്രിക് സ്കൂട്ടർ ആയിട്ടുള്ള ഹീറോ വിഡയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബാക്ക് വീല് പൊട്ടിയിട്ട് ഗുരുതരമായ പരിക്കുകളോടെ രണ്ടുപേരെയും ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. അപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചത് അവർ ഹോസ്പിറ്റലാവുന്ന സമയത്തെങ്കിലും കമ്പനിയുടെ ഭാഗത്ത് നിന്ന് അതിന് റെപ്രസെൻറ്റേറ്റീവ്സ് വന്നിട്ട് അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കുമെന്നായിരുന്നു. അതൊന്നും ചെയ്തിട്ടില്ല. പിന്നീട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ന്യൂസ് പേപ്പറിലൊക്കെ വന്നിരുന്നു സജീവേട്ടൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു. അന്ന് ന്യൂസ് പേപ്പറിൽ വന്ന ഹെഡിങ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ബാക്ക് വീൽ ഊരിത്തെറിച്ച് മരിച്ചു എന്നേ എഴുതിയിട്ടുള്ളൂ. ഏത് കമ്പനിയാ എന്ന് പോലും എഴുതിയിട്ടില്ല. അതൊക്കെ കമ്പനികൾ ക്യാഷ് കൊടുത്ത് ഒതുക്കിയിട്ടുണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എന്തായാലും ആ ഫാമിലി ആ കമ്പനിക്കെതിരെ നല്ലൊരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. അവർക്ക് നീതി ലഭിക്കട്ടെ എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു 20 സ്പീഡിലൊക്കെ നമ്മൾ പോയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വീല് ഊരി സംഭവം വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് തെറിച്ച് പോകുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. സ്കൂട്ടർ യാത്രക്കാർ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. പെട്ടെന്ന് നോക്കിയപ്പോൾ ഇയാൾ ഇങ്ങനെ സ്കൂട്ടർ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക, ടയർ നേരെ തെറിച്ച് അങ്ങോട്ട് പോവുക. അയാൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്ക് ടയറാണ് ഇറങ്ങി താഴേക്ക് ഇറച്ചി പോണേ. ഇപ്പോൾ ഈ പാട് കണ്ടറിയാതാ, ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയാ പോയത്. ഈ വണ്ടിക്ക് മറ്റ് പല ആൾക്കാർക്കും ഇതുപോലുള്ള കംപ്ലൈൻറ്റുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലൊക്കെ എത്രമാത്രം യാഥാർത്ഥ്യം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കും ഇതേ കംപ്ലൈൻറ്റുകൾ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വിഡ V1 പ്രോയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അടിയിൽ കമൻ്റ് അടിക്കാം, എങ്ങനെയുണ്ട് വണ്ടി എന്നുള്ളത്. കമ്പനി പുതിയതായിട്ട് അവകാശപ്പെടുന്നത് അവരുടെ പഴയ കംപ്ലയിൻസ് ഒക്കെ കസ്റ്റമർ ഫീഡ്ബാക്ക് എടുത്തിട്ട് അതെല്ലാം നികത്തിക്കൊണ്ട് അവർ പുതിയതായിട്ടുള്ള വിഡയുടെ 2 പുതിയ വേരിയൻസ് ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് വിഡ VX2 പ്ലസും VX2 ഗോയും. റേഞ്ച് കുറഞ്ഞ വേരിയൻ്റാണ് VX2 ഗോ, റേഞ്ച് കൂടിയ വേരിയൻ്റാണ് VX2 പ്ലസ് എന്ന് പറയുന്നത്. ഈ 2 വെഹിക്കിളുടെയും ടോപ്പ് സ്പീഡ് പറയുമ്പോൾ VX2 ഗോ 70 കിലോമീറ്റർ പോകുമെങ്കിൽ VX2 പ്ലസ് പോകുന്നത് 80 കിലോമീറ്റർ ആണ്. റേഞ്ച് പറയുന്ന സമയത്ത് എല്ലാ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ കമ്പനികളും അതിൻ്റെ എക്കോ മോഡിലിട്ടിട്ട് പരന്ന സ്ഥലത്ത് ഓടിച്ചിട്ട് അവർ മാക്സിമം എത്ര കിലോമീറ്റർ കിട്ടി എന്നുള്ളതായിരിക്കും നമ്മളോട് പറയുന്ന റേഞ്ച്. അപ്പോൾ ഇവിടെ എക്കോ മോഡിൻ്റെ സ്പീഡ് എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കണം. 2 വേരിയൻറ്റിലും ടോപ്പ് സ്പീഡ് ഓഫ് എക്കോ മോഡ് വരുന്നത് 45 കിലോമീറ്റർ ആണ്. ഈ 45 കിലോമീറ്റർ ഇൻ എക്കോ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഈ 45 കിലോമീറ്ററിലോട്ട് ആവുമൊന്നുമില്ല. ഗ്രാജ്വലി മെല്ലെ മെല്ലെ ഉള്ളൂ പവർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 45 കിലോമീറ്റർ മതിയോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ 45 കിലോമീറ്ററിൽ അവർ പറയുന്ന എക്കോ മോഡിൽ ഇട്ട് പോയി കഴിഞ്ഞാലായിരിക്കും അവർ പറയുന്ന എക്സാക്റ്റ് റേഞ്ച് കിട്ടാനുള്ള സാധ്യത. അതായത് കമ്പനി പറയുന്നത് VX2 പ്ലസ്സിൽ IDC റേഞ്ച് 142 കിലോമീറ്റർ ആണെങ്കിൽ VX2 ഗോയിൽ പറയുന്നത് 92 കിലോമീറ്റർ ആണ്. എന്നിട്ട് കമ്പനി തന്നെ റിയൽ വേൾഡ് റേഞ്ച് ഇൻ എക്കോ മോഡ് എന്ന് പറഞ്ഞിട്ട് 100 കിലോമീറ്റർ ആണ് VX2 പ്ലസ്സിന് പറയുന്നത്. VX2 ഗോന് പറയുന്നത് 64 കിലോമീറ്ററും. എന്തായാലും എക്കോ മോഡിൽ നമുക്ക് സാധാരണക്കാർക്ക് പോകാൻ കഴിയില്ല എന്നുള്ളത് അറിയാം. അപ്പോൾ റിയൽ വേൾഡ് റേഞ്ച് ഇൻ റൈഡ് മോഡ്, അതായത് നോർമലായിട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ഇതിൽ റേഞ്ച് കിട്ടുക 75 കിലോമീറ്റർ ആണ് VX2 പ്ലസ്സിൽ. VX2 ഗോയിലാണെങ്കിൽ കമ്പനി തന്നെ പറയുന്നു 48 കിലോമീറ്റർ ആണ്. ഇതിലിനി ബാക്ക് സൈഡിൽ ആളെ വെച്ച് പോയി കഴിഞ്ഞാൽ ഇതിലും റേഞ്ച് കുറയോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടെയാണ്. സാധാരണ ഓഫീസിൽ പോവുക, ടൗണിലൂടെ ജസ്റ്റ് കറങ്ങി പോരുന്ന ചെറിയ ഓട്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ റേഞ്ചൊക്കെ തന്നെ ധാരാളമാണ്. ഈ 2 വേരിയൻസിലും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ റേഞ്ച് ഇഷ്യൂ ഒരു പ്രോബ്ലം ആക്കേണ്ട കാര്യമില്ല. നമുക്ക് കേരളത്തിലുടനീളം ടൈപ്പ് 7 ഗണ്ണ് സോക്കറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എത്തിപ്പെടാം എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കുക. എല്ലാവരും പൊതുവായിട്ട് ഇലക്ട്രിക് വെഹിക്കിൾസിനെ ആക്ഷേപിക്കുന്നത് ഒരു പെട്രോൾ വണ്ടിയാണെന്നുണ്ടെങ്കിൽ അത് പെട്രോൾ തീർന്ന് എവിടെയെങ്കിലും നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നുമില്ലെങ്കിൽ പെട്രോൾ വാങ്ങിക്കൊടുന്ന് പാർന്നിട്ടെങ്കിലും അവിടുന്ന് എടുത്ത് കൊണ്ടുവരാൻ പറ്റും. എന്നാൽ അതൊരു ഇലക്ട്രിക് വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഹീറോ വിഡ VX2 പ്ലസിൻ്റെ കേസിൽ സൊല്യൂഷൻ ഉണ്ട്. 3.4 കിലോ വാട്ടിൻ്റെ 2 റിമൂവബിൾ ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും വഴിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു ബാറ്ററി എടുത്തിട്ട് എവിടെ ചാർജർ ഉള്ളത് വെച്ചാൽ അവിടെ പോയി ചാർജ് ചെയ്തിട്ട് ഈ വെഹിക്കിളിൽ കൊണ്ടുവന്നിട്ട് ഇട്ടിട്ട് നമുക്ക് അവിടുന്ന് എടുത്തു പോരാം. VX2 ഗോയുടെ കേസിൽ 2.2 കിലോ വാട്ട് വരുന്ന ഒരു റിമൂവബിൾ ബാറ്ററിയാണ് ഉള്ളത്.
വണ്ടിയുടെ പീക്ക് പവർ വരുന്നത് 6 കിലോ വാട്ട് ആണെങ്കിൽ ടോർക്ക് വരുന്നത് 25 Nm ആണ്. രണ്ട് വേരിയൻസിലും കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റം ആണ് വരുന്നത്. എന്നാൽ VX2ൻ്റെ കേസിൽ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്, ബാക്ക് സൈഡിൽ ഡ്രം ബ്രേക്ക് ആണ് വരുന്നത്. VX2 ഗോയുടെ കേസിൽ രണ്ട് സൈഡിലും ഡ്രം ബ്രേക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. വീട്ടിലെ സ്ലോ ചാർജർ യൂസ് ചെയ്തിട്ട് 0 മുതൽ 100% വരെ ചാർജ് ആക്കാൻ VX2 പ്ലസിന് ടൈം എടുക്കുന്നത് 5 മണിക്കൂറും 39 മിനിറ്റുമാണ്. എന്നാൽ VX2 ഗോയിന് വരുന്നത് 3 മണിക്കൂറും 53 മിനിറ്റുമാണ്. രണ്ട് വേരിയൻസിലും ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്തിട്ട് 0 മുതൽ 80% വരെ ചാർജ് ആക്കാൻ വെറും 62 മിനിറ്റ് മതി. എക്സ്ഷോറൂം പ്രൈസ് VX2 പ്ലസിൻ്റെ ഏകദേശം വരുന്നത് 1 ലക്ഷം രൂപയാണെങ്കിൽ VX2 ഗോയുടെ പ്രൈസ് വരുന്നത് 85,000 രൂപയാണ്. ഏതൊരാൾക്കും ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പുതിയ സ്കീമും അവർ കൊണ്ടുവന്നിട്ടുണ്ട്, അതായത് ബാറ്ററി ആസ് എ റെൻ്റൽ. ആ സ്കീം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ VX2 പ്ലസ് ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ബാറ്ററിയുടെ പ്രൈസ് ഒഴികെ ബാക്കിയുള്ള എമൗണ്ട് അവിടെ അടക്കുക. അതായത് 60,000 രൂപ നമ്മൾ അവിടെ അടക്കണം. ബാക്കി വരുന്ന ബാറ്ററിയുടെ എമൗണ്ട് നമ്മൾ കിലോമീറ്റർ ഓടുന്നതിനനുസരിച്ച് കൊടുത്താൽ മതി. അത് നല്ല സ്കീമല്ലേ? മാസം 2400 കിലോമീറ്ററൊക്കെ നിങ്ങൾ യാത്ര ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ 2400ൻ്റെ പാക്കേജ് നിങ്ങൾ ഓണാക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ പാക്കേജ് പോകുന്നത് 2 വർഷത്തേക്കാണ്. അങ്ങനെ 2 വർഷത്തേക്ക് ഓരോ കിലോമീറ്ററിന് നിങ്ങൾക്ക് വരുന്നത് 90 പൈസ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കണക്കൂട്ടിയ സമയത്ത് 2 വർഷത്തെ എമൗണ്ടും കൂടെ കൂട്ടുന്ന സമയത്ത് നമുക്ക് വരുന്ന എമൗണ്ട് ഏകദേശം ഒരു 52,000 രൂപയുടെ അടുത്തൊക്കെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് വണ്ടിയുടെ വില എത്ര ആവുന്നുണ്ട്? 1,12,000 ആ ലെവലൊക്കെയാണ് വരുന്നത്. അത് നല്ലൊരു സ്കീമായിട്ട് എനിക്ക് തോന്നി. എന്നാൽ നിങ്ങൾക്ക് അത്രയും ഓട്ടമില്ല, അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു മാസം 1600 കിലോമീറ്റർ ഓടുന്ന ആളാണെന്നുണ്ടെങ്കിൽ 3 വർഷത്തേക്കുള്ള സ്കീം എടുക്കുക. അതാവുമ്പോൾ 1 കിലോമീറ്ററിന് 99 പൈസ വെച്ചിട്ടാണ് അടക്കേണ്ടി വരിക. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും 3 വർഷത്തേക്ക് ഏതാണ്ട് ഒരു 57,000 രൂപയുടെ അടുത്തൊക്കെയാണ് വരുന്നത്. അതും അത്ര വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇനി അത്രയൊന്നും കിലോമീറ്റർ നിങ്ങൾ ഓടിക്കാത്ത ആളാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സ്കീമായിട്ടുള്ള ഒരു മാസത്തേക്ക് 800 കിലോമീറ്റർ എന്നുള്ള സ്കീം എടുക്കുക. അതാകുമ്പോൾ 5 വർഷത്തേക്കാണ് 1 കിലോമീറ്ററിനാണെങ്കിൽ 1 രൂപയും 41 പൈസയും വരുന്നത്. കമ്പനി പറയുന്ന ബാറ്ററി വാറൻറ്റി 3 വർഷമോ അല്ലെങ്കിൽ 30,000 കിലോമീറ്ററോ ആണ്. മോട്ടോർ വാറൻറ്റി വരുന്നത് 50,000 കിലോമീറ്ററോ അല്ലെങ്കിൽ 3 വർഷം എന്നുള്ളതാണ്. 5,800 രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി വാറൻറ്റി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതായത് 2 വർഷം കൂടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതായത് 5 വർഷമോ 60,000 കിലോമീറ്റർ എന്നുള്ള സ്കീമിലോട്ട് നമ്മളത് മാറും. ഇനി നിങ്ങൾ ബാറ്ററി ആസ് എ റെൻ്റൽ എന്നുള്ള സ്കീമിലൂടെയാണ് വെഹിക്കിൾ ഇറക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ബാറ്ററി എക്സ്റ്റൻഷനുള്ള ഈ 5,800 രൂപ അടക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് 5 വർഷമോ അല്ലെങ്കിൽ 60,000 കിലോമീറ്ററോ എന്നുള്ള ഈ സ്കീമിലോ ആയിരിക്കും നിങ്ങൾക്ക് വണ്ടി കിട്ടുക. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സ്കീമും വണ്ടിയുടെ വിലയും കാര്യങ്ങളൊക്കെ പക്കയാണ്. നിങ്ങൾ നന്നായിട്ട് പോയിട്ട് വണ്ടിയുടെ ക്വാളിറ്റി ആദ്യം ടെസ്റ്റ് ചെയ്യുക. ടയറിൻ്റെ ക്വാളിറ്റിയൊക്കെ അവർ അലോയ്സും കാര്യങ്ങളും മെച്ചപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. അവിടേക്കാണ് നമുക്ക് ക്വാളിറ്റി ഇഷ്യൂസ് ഈ വണ്ടിക്ക് പ്രത്യേകം വരുന്നത്. പിന്നെയുള്ള ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഇഷ്യൂ, ബഗ്സ് കാര്യങ്ങൾ, അതിലും പല ആൾക്കാർക്കും ഇഷ്യൂ വരുന്നുണ്ട്. അതെല്ലാം അവർ റെക്ടിഫൈ ചെയ്തിട്ടുണ്ടോ, സോൾവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് ഓടിച്ച് റേഞ്ച് ടെസ്റ്റ് നടത്തിയിട്ട് നിങ്ങൾക്ക് തൃപ്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ വണ്ടി എടുക്കുക. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഉപകാരപ്പെടും എന്ന് തന്നെ വിചാരിക്കുന്നു. ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ലൈക്ക് അടിക്കാൻ മറക്കരുത് ഫ്രണ്ട്സ്. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെ I am going to signing off. This is your friend Fasi Muhammad.